സഹാബിവര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തൊട്ടു മുന്നിലിരിക്കുന്ന സഹാബാക്കൾക്ക് വളരെ കൃത്യമായി സഹാബത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഇരട്ടപ്പേരുകൾ സജീവമായി ഉണ്ട്. ഇരട്ടപ്പേരില്ലാത്ത ആളുകൾ ചുരുക്കമാണ്. നമ്മൾ പറയും എനിക്ക് ഇരട്ടപ്പേരൊന്നുമില്ല. ഈ ഇരട്ടപ്പേരുള്ളവർക്ക് ഒരുപക്ഷെ അറിയില്ല അവർക്ക് ഇരട്ടപ്പേരുണ്ടെന്ന്. നാട്ടുകാർ വിളിക്കുന്ന വേറെ പേരായിരിക്കും. അത് ഇയാൾ അറിയണമെന്നില്ലല്ലോ. അബൂ ഹുറൈറ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പേരാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോ കയ്യിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വന്നപ്പോ അത് ഒളിപ്പിച്ചു, പുറകിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. എന്താണെന്നറിയാൻ വേണ്ടി നബി തങ്ങൾ ചോദിച്ചു അതെന്താണ്. അപ്പൊ ആദ്യം കാണിക്കാൻ ഒരു വൈമനസ്യം, നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമത് കയ്യിൽ ഒതുക്കി പിടിച്ച സാധനം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. നോക്കുമ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ ഒരു ചെറിയ പൂച്ചയാണ്, ഒരു കൊച്ചു പൂച്ച. നബി ഇതൊരു ചെറിയ പൂച്ചക്കുട്ടിയാണ്. ഹിറത്ത് എന്ന് പറഞ്ഞ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞ ചെറിയ പൂച്ച. അപ്പൊ പൂച്ചയോട് ഇത്രയും സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്ന തന്റെ പ്രിയപ്പെട്ട സദീറത്യനോട് നബിതങ്ങൾക്ക് വലിയ സ്നേഹം തോന്നി. അങ്ങനെയാണ് വിളിച്ചത് യാ അബാ ഹുറൈറ, കൊച്ചു പൂച്ചയുടെ വാപ്പാൻ. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ സനദുകളും മഹാന്മാരായ സിഹാഹു സിത്തയിലെ പണ്ഡിതന്മാരടക്കമുള്ള ഇമാമിയങ്ങൾ കൊടുത്തിട്ടുള്ളതും അബ്ദുള്ള എന്നല്ല, അബൂ ഹുറൈറ അൻ അബീ ഹുറൈറത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ ഓർത്തപ്പോ പറഞ്ഞതേ ഉള്ളൂ, അത് നമ്മുടെ വിഷയമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ പടച്ചോനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ഹബീബ് സത്യം ചെയ്യാൻ എന്റെ നാഥനെ തന്നെയാണ് സത്യം. എന്നിട്ട് പറയുന്നു ലാ തദ്ഹബു ദുനിയാ, ദുനിയാവ് ഈ ലോകത്ത്, ഈ ലോകം അവസാനിക്കുകയില്ല. ദുനിയാവ് ഒരിക്കലും അവസാനിക്കുകയില്ല. ഹത്താ യമുറ റജുലു ബിൽ ഖബരി, ഓരോരുത്തരും മറ്റുള്ളവരുടെ ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോകും. ഒരാൾ മരിച്ചുപോയ ആളിനെ അടക്കിയിരിക്കുന്ന ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോകും. എന്നിട്ട് വയഖൂലവന് പറയുമത്ര യാ ലൈതനീ മകാന സാഹിബി ഹാദൽ ഖബരി, അല്ലാഹുവേ ഞാനും ഇയാളെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാനൊന്നും മരിച്ചെങ്കിൽ എന്റെ റബ്ബേ, ഞാനൊന്നും മരിച്ചെങ്കിൽ എന്റെ തമ്പുരാനെ എന്നാഗ്രഹിക്കുന്ന കാലം വരുമെന്ന് ശഫീഉനാ നബി മുഹമ്മദ് മുസ്തഫ. ഇരിക്കുന്നവരിൽ ആരാണ് തൊളിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചവനെ ഞാൻ ഇതുപോലെ മരിച്ചെങ്കിലും ആഗ്രഹിച്ചത് ആരാണ്? ഈ കൂട്ടത്തിലുള്ളത് ആരുമില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പരീക്ഷണങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ലെന്നല്ലേ ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വലൈസ ബിഹിദ്ദീ, ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതിന്റെ പേരിൽ ആരും പറയുന്നതല്ല. പടച്ചവനെ നമസ്കാരം നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു, അതുകൊണ്ട് മരിച്ചെങ്കിലെന്ന് കൊതിക്കുന്നതല്ല. നോമ്പ് പിടിക്കാൻ അനുവാദം കിട്ടാത്തൊരു കാലം വന്നു, അല്ലാഹുവേ നിനക്ക് വേണ്ടി നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് മരിച്ചെങ്കിലെന്ന് കൊതിക്കുന്നതല്ല. ഒരു പെണ്ണ് പറയും, എന്ത് പറയും? പടച്ചവനെ ഞാനും ഇതുപോലെ മരിച്ചു പോയെങ്കിലെന്ന്. ആ പെണ്ണ് പറയുന്നത് എന്തിന്റെ പേരിലാണ്? അവൾക്ക് കോളേജിലേക്ക് പോയപ്പോൾ ഹിജാബ് ധരിക്കാൻ കഴിയാത്തതിന്റെ പേരില്, ആ ഹിജാബ് വിലക്കിയതിന്റെ പേരിലാണ് പറയുന്നത്. അല്ലാഹുവേ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാ, അതുകൊണ്ട് പടച്ചവരെ യാ ലൈതനീ മകാന സാഹിബി ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മാമയെ പോലെ, ഉപ്പാപ്പയെ പോലെ, എന്റെ വാപ്പയെ പോലെ, എന്റെ ഉമ്മയെ പോലെ ഞാനും ഒന്ന് മരിച്ചെങ്കിലെന്ന് ഒരു പെണ്ണ് പറയില്ല. ദീന് നശിച്ചതിന്റെ പേരിലല്ല പറയുന്നത്, ദീന് നശിപ്പിക്കപ്പെട്ടതിന്റെ പേരിലല്ല പറയുന്നത്, ദീനീ ബോധം നഷ്ടപ്പെട്ടതിന്റെ പേരിലല്ല പറയുന്നത്, മതബോധം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലല്ല പറയുന്നത്. പിന്നെ എന്തിന്റെ പേരിലാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മാ ബിഹി ഇല്ലൽ ബലാ,
അവനനുഭവിക്കുന്ന പരീക്ഷണങ്ങളുടെ പേരിലാ അങ്ങനെ പറയേണ്ടി വരുന്നത്. അവരനുഭവിക്കുന്ന പരീക്ഷണങ്ങളുടെ പേരിലാണ്. കടം വന്നു കൂടുമ്പോ, രോഗം കഠിനമാകുമ്പോ, അതുപോലെ എവിടെ നിന്നെല്ലാ പരീക്ഷണങ്ങൾ വരുമോ, ആ പരീക്ഷണങ്ങൾ ജീവിതത്തെ തളർത്താൻ ഒരുങ്ങുമ്പോ, ആ തളർന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന വാക്കാണ്, അല്ലാഹുവേ മരിച്ചെങ്കിലും മതിയായിരുന്നു റബ്ബേ. മക്കളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വരുമ്പോ, മക്കള് വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുമ്പോ എത്ര മാതാപിതാക്കളാണ് അങ്ങനെ പറയുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു പോകുന്നത് അങ്ങനെയാണ്. ഒന്നും മരിച്ചെങ്കിൽ അവന്റെ മുമ്പിൽ നിന്നെന്ന് ചിന്തിക്കുന്നത് എന്തിന്റെ പേരിലാ? അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പേരിലാണ്. എന്ത് പരീക്ഷണം നമുക്ക് വന്നു എന്റെ സഹോദരങ്ങളെ? ഇത് പറയുമ്പോൾ കിതാബുൽ ഫിത്തൻ എന്ന് പറയുന്ന ബഹത്തായ ഒരു കിതാബുണ്ട്. ആ കിതാബുൽ ഫിത്തൻ എന്ന് പറയുന്ന ആ ഒരു ഫിത്തനയെ സംബന്ധിച്ച് പറയുന്ന, വിപത്തുകൾ വരുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ആ ഗ്രന്ഥത്തിലെ മഹാനായ പ്രവാചകന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. എന്താണെന്നറിയോ? ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇന്ത്യ മഹാരാജ്യത്ത്, അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത്, അതല്ലെങ്കിൽ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ മുസ്ലിം സമുദായം എവിടെയൊക്കെ ഉണ്ടോ, അവരെല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളല്ല, ഈ പറയപ്പെടുന്ന വിഷമങ്ങളിലേക്ക് കടന്നു വന്നല്ല തമ്പുരാനെ എന്ന് ചിന്തിച്ചു പോകാൻ സംശയമില്ല. ഉണർന്നിരിക്കുമോ മുസ്ലിമേ? ഇനി നമുക്ക് ഉറങ്ങാൻ സമയമില്ല, ഇനി നമുക്ക് ഉറങ്ങിക്കിടക്കാൻ സമയമില്ല, ഇനി ഉറക്കം നടിക്കാൻ നമുക്ക് സമയമില്ല. 1000 തവണ കണ്ണു തുറന്നു വെച്ച് അള്ളാന്റെ പരിശുദ്ധമായ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ മതമൂല്യം നഷ്ടപ്പെട്ടു പോകാതെ, മതബോധം നഷ്ടപ്പെട്ടു പോകാതെ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട്, അള്ളാന്റെ ഹബീബിന്റെ തിരുശരീരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട കാലമാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പറഞ്ഞു പോകും എന്റെ സഹോദരങ്ങളെ, ഒന്നും മരിച്ചെങ്കിലെന്ന് വൃദ്ധസദനത്തിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുപോയാക്കുന്ന മക്കളുടെ കാലം വരുമ്പോ ആ മാതാപിതാക്കൾ പറഞ്ഞു പോകും, റബ്ബേ ഞാനൊന്നും മരിച്ചെങ്കിൽ, ഞാൻ എന്റെ പൊന്നുമക്കളെ വളർത്തിയത് അങ്ങനെയല്ല, പക്ഷെ എന്നെ ഇപ്പോൾ ആ മക്കൾ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലാക്കുന്നു. ഞാനൊന്നും മരിച്ചെങ്കിൽ എന്റെ തമ്പുരാനെ. വൃദ്ധസദനത്തിലാക്കുന്ന ആ ഒരു പിതാവിന്റെ മാതാവിന്റെ ദുഃഖം വല്ലാത്ത ദുഃഖവും പ്രയാസവുമാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു വൃദ്ധസദനമുണ്ട്. വൃദ്ധന്മാരെ മുഴുവനും കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ് രാജ്ഭവൻ. ഈ പ്രായം കഴിഞ്ഞ് വൃദ്ധനാമ കൊണ്ടുവന്ന് തളയ്ക്കുന്ന സ്ഥലമാണ് ഈ രാജ്ഭവൻ എന്ന് പറയുന്നത്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം, ആ പ്രയാസം അവൻ നേരിടുമ്പോ പറഞ്ഞു പോകും ഞാനൊന്നും മരിച്ചെങ്കിലെന്ന്. ഇത് നിങ്ങളുടെ മനസ്സിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ടോ? മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ, അല്ലാതെ ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടില്ല. അപ്പൊ ഇനി എത്തുവോ? എത്തും, നമ്മൾ എത്തും. അത് ഏത് ഘട്ടമാണ്? 4ാം ഘട്ടമാണ്. ഇപ്പൊ എത്ര ഘട്ടം കഴിഞ്ഞു? അത് ഞാൻ പറയേണ്ട, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. പ്രതിസന്ധികൾ, മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇപ്പൊ എത്ര ഘട്ടം കഴിഞ്ഞു? എത്ര ഘട്ടം കഴിഞ്ഞു? ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ പറയുന്ന ഹദീസ് നിങ്ങൾക്ക് കേൾക്കുമ്പോ മനസ്സിലാകും എത്ര ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി, ഇനി എത്ര ഘട്ടമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. മുഹ്യിദ്ദീൻ ഉസ്താദും സുലൈമാൻ ഉസ്താദും ഇവിടെ ഇരുന്നാൽ അത് റാഹത്തായേനെ. ഞാൻ നിർബന്ധിക്കില്ല, സുലൈമാൻ ഉസ്താദ് വന്നിരുന്നെങ്കിൽ കൊള്ളാം. നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ ആ മർമ്മ ഭാഗത്തേക്ക് നമുക്ക് വരാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. കോറം തികഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരികയാണ്. ജീവിതത്തിൽ നമ്മൾ പരീക്ഷണങ്ങളിൽ എത്ര ഘട്ടം കഴിഞ്ഞു ഒന്ന് മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കാൻ ഇനി ഒരു നല്ല നാളെ ഉണ്ടാവൂല, ഇനി ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാവൂല. അതുകൊണ്ട് ഈ പറയുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് വളരെ വളരെ അർത്ഥവത്തായി ജാഗ്രതയോടെ അതിന്റെ അകക്കണ്ണുകൊണ്ട് അകക്കാമ്പ് തൊട്ടറിഞ്ഞ് ഉത്സാരം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി. എന്താ പറഞ്ഞത്? നമ്മൾ ജീവിതത്തില് മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ കാലം ഇതുവരെ വന്നിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. കാരണം ആരും ഖബറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതുപോലെ വാപ്പായ പോലെ മരിച്ചെങ്കിൽ എന്ന് പറയില്ല. നമ്മൾ ചെന്നിട്ട് പറയുന്നത് എന്താ? അല്ലാ എത്ര പെട്ടെന്നാ മരണപ്പെട്ടത്, പടച്ചോനെ നീ ഞങ്ങൾക്ക് ദീർഘായുസ് അല്ലാ എന്നല്ലേ പറഞ്ഞു വന്നത്. ആരും മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? പരീക്ഷണം അത്രത്തോളം നമുക്ക് വന്നിട്ടില്ല. അത് എപ്പോഴും വരും, ഉടനെ വരും. അത് എപ്പോഴാ? 4ാം ഘട്ടത്തിലാ. അപ്പൊ 3 ഘട്ടം കഴിഞ്ഞോ?
നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾക്ക് എനിക്ക് ശേഷം 4 പരീക്ഷണങ്ങൾ വരുന്നതാണ്. 4 പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ്. എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ ശ്രദ്ധയോടെ കേൾക്കണേ. 4 പരീക്ഷണങ്ങൾ നിങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. എപ്പോഴാണ്? എനിക്ക് ശേഷമാണ്. എന്റെ സഹാബത്തിന്റെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന എന്റെ സഹാബത്തിന്റെ കാലമാകാ, എന്റെ താബിഈങ്ങളുടെ കാലമാകാ, താബിഈങ്ങളുടെ കാലമാകാ, എന്റെ കാലശേഷം അഥവാ പ്രവാചകന് ജീവിച്ചിരിക്കുമ്പോഴല്ല, അതിനുശേഷമുള്ള സഹാബത്ത് മുതൽ ഇലാ യൗമിൽ ഖിയാമ, ലോകം അവസാനിക്കുന്ന പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾക്ക് എനിക്ക് ശേഷം ഒരു കാലം വരാനുണ്ട്. എന്താണ്? 4 പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അതിൽ ഒന്നാമത്തേത് ഏതെന്നറിയോ? ഒന്നാമത്തേത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു പരീക്ഷണമാണ്. അവിടെ അഥവാ സമരങ്ങൾ നടക്കും, അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെടുന്നത് എന്താണ്? അദ്ദിമാവോ, രക്തമാണ്. അഥവാ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, ആളുകൾ കൊന്നൊടുക്കപ്പെടുന്നു. അവിടെ രക്തമതാ നയാഗ്ര പോലെ ഒഴുകുകയാ. ചോരച്ചാലുകളാണ് അവിടെ ഉണ്ടാവുക. ആളുകൾ പീസ് പീസാക്കപ്പെട്ട് മരിച്ചു വീഴുന്ന കാലമാണ്. അത് ഒന്നാമത്തെ പരീക്ഷണമാണ്. രണ്ടാമത്തേതോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ടാമത്തേത് യുസ്തഹല്ലു ദിമാഉ വൽ അംവാൽ. രണ്ടാമത്തേത് യുസ്തഹല്ലു ദിമാഉ വൽ അംവാൽ. അന്ന് ആളുകൾ മരിക്കുക മാത്രമല്ല, വൽ അംവാലു അവിടുത്തെ ധനങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെടുന്ന കാലമാ. അവന്റെ സമ്പത്ത് മുഴുവന് കൊള്ളയടിക്കപ്പെടുന്ന കാലമാണ്. അവനെ കൊല്ലുക മാത്രമല്ല, അവന്റെ വീട്ടിൽ കയറിയിട്ട് അലമാരക്കകത്തിരിക്കുന്ന കാശ് മുഴുവനും കൊണ്ടുപോകുന്ന കാലമാ. അവന്റെ ബാങ്ക് ബാലൻസ് മുഴുവനും എടുക്കുന്ന കാലമാണ്. അവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നില്ല ഉണ്ടായോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചെന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞോ ഈ കാലമെന്ന്? അതല്ല ഇനി വരാനിരിക്കുകയാണോ എന്ന് ചിന്തിച്ചു നോക്ക്. കേരളത്തിന്റെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ ഓരോ ദുരന്തങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായത്. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വസാലിസ, ഇനി മൂന്നാമതൊരു ഫിത്ന നിങ്ങൾക്ക് വരാനുണ്ട്. മൂന്നാമതൊരു ദുരന്തം നിങ്ങൾക്ക് വരാനുണ്ട്. അന്ന് എന്താ സംഭവിക്കുന്നതെന്നറിയോ? യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്. അന്ന് ആളുകൾ മരിക്കുക മാത്രമല്ല, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുക മാത്രമല്ല, വൽ ഫുറൂജു, അവരുടെ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന കാലം വരുന്നതാ. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാകുന്ന കാലം വരുന്നതാ. അവിടെ കടന്നു ചെന്നിട്ട് ആ വീട്ടുടമയെ കൊല്ലുക മാത്രമല്ല, അവന്റെ സമ്പത്ത് മുഴുവനെ കവർച്ച ചെയ്യുക മാത്രമല്ല, അവിടുത്തെ പെൺകുട്ടികളെ, അവന്റെ ഭാര്യ, അവന്റെ ഉമ്മയെ, അവന്റെ പെങ്ങളെ, അവന്റെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന കാലമാ. ഇനി നാലാമതൊരു കാര്യം കൂടി പറഞ്ഞു. നാലാമത്തെ ഫിത്ന ഏതെന്നറിയോ? ഇത് പറയുമ്പോ നമ്മൾ പേടിക്കണ്ടേ സഹോദരങ്ങളെ? നാലാമത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? കണ്ണും കാണാനും കേൾക്കാനും പറ്റാത്ത ദുരന്തമാണ്, ഫിത്നയാണ്. എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റൂല, കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റൂല. വിവരണാതീതമാണ്, അചിന്തനീയമാണ്, അവാച്യമാണ്, അവർണ്ണനീയമാണ്. അത് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങളായിരിക്കും സഹോദരങ്ങളെ. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിരുന്നെന്നറിയോ? അന്ന് ഈ സമുദായം വല്ലാതെ വിയർക്കും സഹാബ. ഈ സമുദായം വല്ലാതെ വിയർത്തു പോകും, സംശയമില്ല സഹോദരങ്ങളെ. ഈ സമുദായത്തിന്റെ ഓരോരുത്തരും വിയർക്കുന്ന കാലമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ ഒരു കാലം വന്നാൽ പരീക്ഷണങ്ങൾ പിന്നെ വരുന്നത് കണ്ണും കാതുമില്ലാത്ത പരീക്ഷണങ്ങളാണ്. പറയാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ എങ്ങനെ വരുമെന്നറിയോ? അറബിക്കടലിന്റെ അലമാല പോലെയാ, തിരമാലകൾ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നെന്നായിട്ടല്ലേ തിരമാല വരുന്നത്. ഒരു തിരമാല കടലിൽ നിന്ന് കരയിലേക്ക് വന്നു, അത് വീണ്ടും മടങ്ങിപ്പോയിട്ട് അടുത്ത തിരമാല വരികയാ. എണ്ണാൻ നമുക്ക് പറ്റുമോ? കടലിന്റെ തിരമാലകളെ എണ്ണാൻ പറ്റുമോ? സാഗരത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കടൽക്കരയിൽ ചെന്ന് നിന്നിട്ട് കടലിനോട് നോക്കിയിട്ട് നീലക്കടലിൽ നിന്ന്
അടിച്ചു വീശുന്ന തിരമാലകളെ എണ്ണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ എണ്ണാൻ പറ്റാത്ത അവസ്ഥയിൽ പരീക്ഷണങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് സഹോദരാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ലാ യസ്തതിഉ അഹദും മിനന്നാസി യഖൂലു ഫീഹാ മഹ്മ. അന്ന് ഒരു മനുഷ്യൻ പോലും ഒന്ന് നിർത്തടാ എന്ന് പറയാനുണ്ടാവൂല. പീഡനങ്ങളെ കാണുമ്പോ ഒന്ന് അവസാനിപ്പിക്കടാ എന്ന് പറയാൻ ഒരാളും ഉണ്ടാവൂല. എന്റെ ഹബീബ് എത്ര വിശാലമായ ചിന്തയോടെ ദീർഘവീക്ഷണത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതാ. എന്തുകൊണ്ടാണ് പടച്ചതമ്പുരാൻ ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന മാലാഖയുടെ മാധ്യമത്തിൽ മുത്തുനബിക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. ജിബ്രീൽ എന്ന മാലാഖയുടെ സാന്നിധ്യത്തിലല്ലാതെ മാധ്യമത്തിലല്ലാതെ ഒരക്ഷരം പോലെ നബി തങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചതാരാ? നമ്മൾ സൃഷ്ടാവായ അല്ലാഹ്, സർവാധിനാഥനായ അല്ലാഹ്, സർവശക്തനായ സർവഗുണ സമ്പൂർണനായ സർവലോക സൃഷ്ടി സ്ത്രീ സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അന്നും അരുതെന്ന് പറയാൻ ആരുമുണ്ടാവൂല. കാപാലികന്റെ കൈ പിടിച്ചിട്ട് അരുത് എന്ന് പറയാൻ അന്ന് ആളുണ്ടാവൂല. എന്ന് മാത്രമാണോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തൻജു മിൻഹാ. നിങ്ങൾ ആരും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാ മിൻ ദുആഇൻ കദുആഇൽ ഗർഖി ഫിൽ ബഹരി. നടുകടലിലായി പോയവന്റെ പ്രാർത്ഥന പോലത്തെ, സമുദ്രത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയവന് കപ്പലില്ലാതെ വള്ളമില്ലാതെ കൊതുമ്പ് വള്ളമില്ലാതെ ബോട്ടില്ലാതെ നടുകടലിൽ പെട്ടുപോയവൻ എങ്ങനാണോ ദുആ ചെയ്യുന്നത്, ആ ഒരു ആത്മാർത്ഥമായ ദുആ ഉണ്ടല്ലോ, ആ ദുആ പോലത്തെ ദുആ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാന കാലഘട്ടത്തിൽ പരീക്ഷണങ്ങൾ നിങ്ങളെ തേടിയെത്തുമ്പോ അല്ലാഹുവിലേക്ക് മടങ്ങാതെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അവസാനിക്കില്ലെന്ന് ലോകത്തിന്റെ നേതാവ്, മക്കയുടെ രാജാവ്, എന്റെ ഖൽബിന്റെ നേതാവ്, റൂഹി ഫിദാ അഹ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. നമ്മൾ എന്തനുഭവിച്ചു? ഒരു ഹിജാബ് ഊരിയപ്പോ നമുക്ക് വിഷമമായി. ഒരു കടയിൽ തുപ്പി ആഹാരം എന്ന് പറഞ്ഞപ്പോ നമുക്ക് സങ്കടമായി. ഇല്ലേ? നമ്മുടെ പെൺകുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് കയറണ്ട എന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് ടീച്ചർ തന്നു വിട്ടപ്പോൾ നമുക്ക് സങ്കടമായി. ഇതെന്ത് പരീക്ഷണം? ഉമ്മത്ത് വിയർക്കാൻ പോണേ ഉള്ളൂ. ഉമ്മത്ത് വിയർക്കാൻ പോണേ ഉള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിർത്തട എന്ന് പറയാൻ, മുഖത്ത് നോക്കിയിട്ട് നിർത്തട എന്ന് ചങ്കൂട്ടത്തോടെ പറയാൻ ഒരുത്തനില്ലാത്ത കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഇല്ലാ ബിദുആ. ആത്മാർത്ഥമായി റബ്ബിലേക്കുള്ള മടക്കം. അള്ളാഹുലേക്ക് മടങ്ങാതെ ഈ ഉമ്മത്ത് രക്ഷപ്പെടില്ല. ഈ ഉമ്മത്ത് രക്ഷപ്പെടില്ല. സഹാബത്തിന്റെ സുഖമാണോ നമ്മൾ സുഖിക്കുന്നത്? അല്ല. അന്ന് നബിതങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ആശ്വാസം നൽകാൻ. ഇന്നാരാ നമുക്കുള്ളത്? ഒരാളും നമുക്കില്ല. നമുക്കൊരു അവലംബമില്ല, ആലംബമില്ല, ആശ്രയമില്ല. നമുക്ക് ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ വേറെ ആരാ ഉള്ളത്? നമുക്കൊന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തു തരാൻ ആരാ ഉള്ളത്? നിങ്ങൾ പറ, നിങ്ങൾ ചിന്തിക്ക്. രാത്രിയുടെ നെഞ്ചിലേക്ക് വലത് കൈ ചേർത്ത് വെച്ച് കിടക്കപ്പായയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്ക്, എനിക്കൊരു ദുരന്തം വന്നാൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത്? ഒന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ വ്യത്യസ്തമാണ്. ഒരാൾ അനുഭവിക്കുന്ന പ്രയാസമല്ല വേറൊരാൾ അനുഭവിക്കുന്നത്. രക്ഷാമാർഗം ഒന്ന്, അനുഭവിക്കുന്നത് വ്യത്യസ്തം. പരിഹാരം ഒന്ന്. ആ പരിഹാരം കടലിൽ അകപ്പെട്ടു പോയവന്റെ ആത്മാർത്ഥമായ ദുആ ഉണ്ടല്ലോ, ഏതുപോലെ ഇരിക്കും? കല്യാണ ചെറുക്കന്റെ ദുആ പോലെയാണോ? ഇമാമ് ദുആരക്കുമ്പോ അവൻ ബൈനഹുമായിൽ കയ്യും വെച്ചല്ലിരിക്കണത്. അവന് വേണ്ടിയാ ദുആരക്കുന്ന, സന്താനങ്ങൾക്ക് വേണ്ടി. അവന് വേണ്ടിയിട്ടാണ് ദ്വാരക്കുന്നത്. അവന്റെ കുടുംബജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അവന് 4 ഭാഗത്ത് നോക്കുന്നു, ഇനി ആരൊക്കെ വരാനുണ്ട്, ആരൊക്കെ വിളിച്ചിട്ട് വന്നില്ല. അവന് ആമീൻ പിടിക്കാൻ, ആമീൻ പറയാൻ, 2 കൈ ഉയർത്തി കിട്ടുന്ന ആമീൻ പറയാൻ ചമ്മലാണ് അവന്. നാണക്കേടാണ്, ലജ്ജയാണ്. ആത്മാർത്ഥമായി പള്ളിയിലെ ഇമാമിനെ
അത് പിന്നെ ഒരു 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 ശൈലി, ഒരു രീതിയുണ്ട്. പള്ളിയിലെ ഇമാമിനെ കൊണ്ടുവന്നാൽ ഫാത്തിഹ വിളിക്കുക, ദുആ ചെയ്യിപ്പിക്കുക, കൈമടക്ക് കൊടുക്കുക, അതൊക്കെ ഒരു ആദത്താണ്, ഒരു 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 പതിവാണ്, അതൊരു ആചാരമാണ്, അല്ലാതെ ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. അല്ലെങ്കിൽ ഈ ദ്വാരക്കുന്ന ഈ കെട്ടാൻ പോകുന്ന ചെറുക്കൻ, അല്ലെങ്കിൽ കെട്ടിക്കാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ, ഈ വാപ്പാക്ക് ആത്മാർത്ഥമായ നാമീം പറയോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇല്ല. അപ്പോ പുതിയാപ്പിളയുടെ ആമീനല്ല, വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ആളിന്റെ ആമീനാണോ? അല്ല, അല്ല. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കുട്ടികൾക്ക് സുഖമില്ലാതായി, അതുപോലെയാണോ? അതുപോലെയുമല്ല. നടുകടലിൽ കിടക്കുന്നവന്റെ ദുആ എന്ന് പറഞ്ഞാൽ കരയിലെത്തുന്നത് വരെ അവന് വേറെ ഒരു ചിന്തയുമില്ല, വേറെ ഒരു ചിന്തയുമില്ല. അവന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, പടച്ചവനെ എന്നെ നീ കരക്കെത്തിക്കണേ അല്ലാ. അവൻ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുന്നു. ആ ദുആ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങൽ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാൻ, ഞാൻ സജ്ജാദ് ഉസ്താദിനോട് രാവിലെ ഞാൻ വിളിച്ചു, പ്രസംഗത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു എന്ത് വിഷയമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു വിഷയം, നല്ലൊരു വിഷയം പറയാം. നമുക്ക് ഇനിയുള്ള വയലിന്റെ വേദികൾ ഉമ്മത്തിനെ ഒന്ന് ഇസ്തിഖാമത്തോടുകൂടി ഈമാൻ പറഞ്ഞു കൊടുക്കേണ്ട വയലുകളാണ്, ഈമാൻ നിലനിർത്തേണ്ട വയലുകളാണ് ഇനിയുള്ള വയലുകൾ. ഇനി ഖബർ തൽക്കാലം പറയേണ്ടെന്നല്ല, ഖബറിൽ അന്ന് പറയുന്ന മുങ്കർ തന്നെ എപ്പോഴും വരുന്നത്, നക്കീറും അത് തന്നെയാ, മാറ്റൊന്നും വന്നില്ല. മൂപ്പര് രണ്ടുപേരും തന്നെയാണ് ഖബറിൽ വരുന്നത്, മുങ്കറും നക്കീറും രണ്ടുപേരും. ഒരാളുടെ പേര് മുങ്കറും മറ്റാളുടെ പേര് നക്കീറും അല്ല, അത് നമ്മൾ പഠിച്ചതിന്റെ കുഴപ്പമാണ്. രണ്ടുപേരും മുങ്കറാണ്, രണ്ടുപേരും നക്കീറാണ്. മുങ്കർ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് മുങ്കർ എന്ന് പറയുന്നത്. നക്കീർ എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്നിട്ട് കയറി വരികയാണ്. സാധാരണ മലായിക്കത്തുകളൊക്കെ മുകളിൽ താഴോട്ടാ, തനസ്സലുൽ മലായിക, മലക്കുകൾ മുകളിൽ താഴോട്ടാ വരുന്നത്. രണ്ട് മലക്കുകൾ ഒഴിച്ച് ഈ ഖബറിൽ ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കുകൾ മുകളിൽ താഴോട്ടല്ല വരുന്നത്, താഴെന്ന് മുകളിലോട്ടാ വരുന്നത്. അതുകൊണ്ടാണ് നക്കീർ എന്ന് പറയുന്നത്. ഏതായാലും അവർക്ക് മാറ്റമൊന്നുമില്ല. റഖീബ്, അത്തീദ്, രണ്ട് മലക്കുകൾ. അവർ ഒരാളുടെ പേര് റഖീബ്, ഒരാളുടെ പേര് അത്തീദ്. അങ്ങനെയാകാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഏതാണെങ്കിലും ഈ രണ്ട് മലക്കുകൾക്കും മാറ്റമില്ല, ജിബ്രീലിന് മാറ്റമില്ല, ആർക്കും മാറ്റമില്ല. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായത് പ്രതിസന്ധികൾ വരുമ്പോ എങ്ങനെ നമ്മുടെ ഈമാൻ തകർന്നു പോകാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, എങ്ങനെ ഇസ്തിഖാമത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. 21, 24 അഭിപ്രായങ്ങളുണ്ട്, 17 അഭിപ്രായമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടികൾ നരച്ചത് 17 എന്നും 21 24 എന്നും ശമാഇൽ തുർമുദിയിൽ കാണാം. പോട്ടെ, ഈ 25 താഴെ 15 മുകളിൽ നബി തങ്ങളുടെ തലമുടിയും ദാടിരോമങ്ങളും നരച്ചു. ആ നരച്ച തലമുടി തന്നെ എണ്ണ തേക്കുമ്പോൾ ഈ കറുത്ത മുടിയുടെ ഇടയിലേക്ക് വെള്ളമുടി കയറി പോകുന്ന തരത്തിൽ ചെറിയ നരയെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വ്യക്തമായി ഹദീസുകളിൽ രേഖപ്പെടുത്തുമ്പോ എന്തുകൊണ്ടാണ് നബി തങ്ങൾ നരച്ചത്? പ്രായാധിക്യം കൊണ്ട് നരച്ചതല്ല, വെയിൽ കൊണ്ട് നരച്ചതല്ല. ഹബീബായ നബി തങ്ങൾ നരച്ചത് ടെൻഷൻ കൊണ്ടായിരുന്നു. ടെൻഷൻ കൊണ്ടാണ് നബി തങ്ങൾ നരച്ചത്. എന്ത് ടെൻഷനാണ്? ഹൂദ് എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് ഞാൻ നരച്ചു പോയതെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ പഠിച്ചു വെച്ചോ. നമ്മുടെ നേതാവ് നരച്ചത് 90 വയസ്സെത്തിയതിന്റെ പേരിലല്ല. അള്ളാഹുവിന്റെ ഹബീബ് നരച്ചത്, ഹബീബിന് നര വന്നത് ടെൻഷൻ അടിച്ചിട്ടാണ്. സൂറത്ത് ഹൂദ് അങ്ങോട്ട് ഇറങ്ങുമ്പോ ചോദിച്ചു, ഒരാൾ സ്വപ്നത്തിൽ കണ്ടു ഒരു വലിയ മഹാൻ, അള്ളാഹുവിന്റെ തിരുദൂതരെ, സൂറത്ത് ഹൂദാണ് അങ്ങനെ നരപ്പിച്ചതെന്ന് ഞാൻ പഠിച്ചു. എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്താ അതിന് കാരണം? അല്ലെങ്കിൽ ഏതായത്താ നിങ്ങളെ നരപ്പിച്ചത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖിം ഖമാ ഉമിർത. ഈ ഒരൊറ്റ ആയത്ത് കൊണ്ടാ ഞാൻ നരച്ചു പോയതെന്ന് നബി തങ്ങൾ പറയാൻ. നബി തങ്ങളോട് പറഞ്ഞ എന്താ? അടിയുറച്ചു നിൽക്കുക, അള്ളാഹുവിന്റെ കൽപ്പന പോലെ അടിയുറച്ചു നിൽക്കുക. അതിനാണ് നമുക്കിപ്പോ ആവശ്യമായ പ്രസംഗം. അടിയുറച്ചു നിൽക്കണം. പ്രതിസന്ധികൾ വരുമ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ കോളേജുകളിൽ അവർ ക്രൂരമായിട്ട് അവരുടെ സ്വത്വബോധത്തെ, അവരുടെ മതബോധത്തെ, അവരുടെ വ്യക്തിബോധത്തെ നശിപ്പിക്കുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ എങ്ങനെ നേരിടണം? നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കണം?
നീ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ അതിനോട് താതാത്മ്യം പുലർത്തി നിന്നാ മതിയോ? അതല്ല. എന്റെ മകളെ, എന്തു വന്നാലും മതബോധത്തിൽ നിന്ന് 1.0% പോലും ഞാൻ പിന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വണ്ണം എന്റെ മകളെ ഞാൻ, എന്റെ പൊന്നുമകളുടെ ദീൻ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്നുള്ള കൃത്യമായ ഒരു നിലപാടാണോ നമ്മൾ എടുക്കേണ്ടത്? അത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കണം. ഇപ്പോൾ അത് ഈ ഉമ്മത്തിന് ആവശ്യമാണ്. ഖബർ നിൽക്കട്ടെ, സിറാത്ത് നിൽക്കട്ടെ, മഹ്ശർ നിൽക്കട്ടെ, അത് നമ്മൾ പഠിച്ചതാണ്, നമ്മളത് പഠിക്കുന്നതാണ്. മറ്റുള്ള സൗകര്യങ്ങളിൽ കിട്ടുന്ന അവസരത്തിൽ ഉമ്മത്തിന് ഇസ്തിഖാമത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈമാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിടിച്ചു നിന്നേ പറ്റൂ സഹോദരങ്ങളെ. നമ്മൾ ഉദ്ദേശിക്കും പോലെയൊന്നുമല്ല പരീക്ഷണങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കും പോലെയൊന്നുമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ അതിന്റെ ഫുൾ പവറോടുകൂടി അള്ളാഹു താല നിലനിൽക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനൊരു കാര്യം പറയാൻ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്ത്, അത് വളരെ ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഞാൻ ആമുഖമായി ഓതി വെച്ചത് ആയത്താണ്. എന്താണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്? നിങ്ങൾ വളരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകിച്ച് അത് ഗൗരവത്തോടുകൂടി തന്നെ കാണണം. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ, നമുക്ക് അതിൽ ചേഞ്ച് വരുത്താനോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കലർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് കുറച്ച് വെട്ടിമാറ്റാനോ നമുക്ക് അവകാശമില്ല, അതിനുള്ള അനുവാദവുമില്ല, അതിനുള്ള അവസരവുമില്ല. അത് മനസ്സിലാക്കണം. അള്ളാഹു എന്തു പറഞ്ഞു എന്നോട് മദ്യപാനത്തിന്റെ വിഷയത്തിൽ? എന്റെ റബ്ബ് എന്തു പറഞ്ഞു? എന്റെ പടച്ചവൻ എന്താ പറഞ്ഞത്? ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അതനുസരിച്ച് ജീവിക്കണം. അല്ലാതെ മറ്റേതെങ്കിലും പേരുകളിൽ കിട്ടുന്ന, അതിന് വീര്യം കുറവാണ്, അത് ബിയറല്ലേ, അത് മദ്യമല്ലല്ലോ, അന്ന് പറഞ്ഞ മുന്തിരിക്കള്ളല്ലോ, അന്ന് പറഞ്ഞ ഈത്തപ്പഴത്തിൽ ഉണ്ടാക്കിയതല്ലോ, ഇത് വെറും ഒരു ബിയറല്ലേ, കുറച്ചു നേരത്തേക്ക് ഒരു ചെറിയ ബുദ്ധിയൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ബിയറാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ നിന്നാൽ, പലിശയുടെ വിഷയത്തില് ഞാൻ 100 കൊടുത്തിട്ട് 110 വാങ്ങുന്നില്ലല്ലോ, ഞാൻ 1000 കൊടുത്തിട്ട് 1100 വാങ്ങുന്നില്ലല്ലോ, ഞാൻ ഈ നിലയ്ക്കല്ലേ ഞാൻ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് പലിശയുടെ വിഷയത്തിൽ നമ്മുടെ ഒരു ചെറിയ ഇടപെടലുകൾ ഉണ്ടല്ലോ. അത് മിതപ്പലിശ, അമിതപ്പലിശ എന്ന പേരിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ അള്ളാഹു അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന വിഭാഗമാരെന്തറിയോ? ആരാണ്? അല്ല തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനാ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹുവും റസൂലും ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവാണ് ശാരിഅ്, റസൂലാണ് ശാരിഅ്, ശരീഅത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതാരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണോ? അല്ല. ഉമർ തങ്ങളാണോ? അല്ല. ഉസ്മാൻ തങ്ങളാണോ? അല്ല. അലിയാർ തങ്ങളാണോ? അല്ല. അതേതെങ്കിലും ഇമാമിങ്ങളാണോ? അല്ല. ശാരി എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ്, റസൂലാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഷയം വന്നാലും അല്ലാഹുവിലേക്ക് മടങ്ങുക, റസൂലിലേക്ക് മടങ്ങുക. അല്ലാഹുവും റസൂലും ഒരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ, ഒരു മുഅ്മിനായ ആണാകട്ടെ പെണ്ണാകട്ടെ അവന് ഭൂഷണമല്ല എന്ത്? അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ അവന് അവകാശമില്ല, സ്വന്തമായി അഭിപ്രായം പറയാൻ അവന് അവകാശമില്ല. അല്ലാഹു എന്ത് പറഞ്ഞു, എന്റെ ഹബീബ് എന്ത് പറഞ്ഞോ അത് ഞാൻ അനുസരിക്കേണ്ടവനാണ്. അങ്ങനെ അനുസരിക്കാതെ ഞാൻ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഒന്ന് ചേഞ്ച് വരുത്തിയാൽ, അല്ലെങ്കിൽ അല്ല പറഞ്ഞതിൽ ഞാൻ എന്തെങ്കിലും ഒരു നിരൂപണം കണ്ടെത്തിയാൽ, എന്റെ റസൂല് പറഞ്ഞതിൽ ഞാൻ എന്തെങ്കിലും നിരൂപണം കണ്ടെത്തിയാൽ, അതിന്റെ പേരല്ലേ സഹോദരങ്ങളെ നാസ്തികവാദം എന്നത്? അതിന്റെ മറ്റൊരു പേരല്ലേ നിരീശ്വരവാദം എന്ന് പറയുന്നത്? ജാമിദമാര്, ജസ്ലാമാട്, ശേരിമാര് ഇവിടെ താമസിക്കുമ്പോൾ, ഇവിടെ പ്രസംഗിക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ പകച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആയത്തുകൾ ഓതിയിട്ട് പ്രസംഗിക്കുമ്പോ പല ചെറുപ്പക്കാരും വന്നിട്ട് പറയുകയാണ്, ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഒരു ചെറുപ്പക്കാരൻ മെസ്സേജ് അയക്കുകയാണ്, യഥാർത്ഥത്തിൽ ഹിജാബ് ധരിക്കാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് സംശയമുള്ളത്? അത് ഇന്നവളുടെ പ്രസംഗം കേട്ടല്ലോ, അങ്ങനെ ഇല്ലെന്ന് ആയത്തോടുന്നല്ലോ. ഇങ്ങനെ പകച്ചു പോകുന്ന ഈമാൻ നമുക്ക് വേണ്ട മുസ്ലിമേ. അല്ലാഹു ഒരു കാര്യം പറഞ്ഞ, റസൂൽ ഒരു കാര്യം പറഞ്ഞ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 36 ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, എന്താ അല്ലാഹ് പറഞ്ഞത്? അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവിന്റെ കൽപ്പന, പ്രവാചകന്റെ കൽപ്പന വരുമ്പോൾ അതിനെ എതിര് പ്രവർത്തിക്കാൻ, നിരൂപണം കണ്ടെത്താൻ, അതിനെ ചേഞ്ച് വരുത്താൻ, അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ നിങ്ങൾ ആരും തയ്യാറാകല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുകയാണ്, വമയ്യസില്ലാഹ വറസൂല. ആരാണോ അല്ലാഹുവിനോട്
പ്രവാചകനോടും എതിര് കാണിക്കുന്നത് ഫഖദ് ലല്ല ലലാലം മുബീനാ, അവന് പിഴച്ചുപോയെന്നാണ്, അവന് പിഴച്ചവരുടെ കൂട്ടത്തിലെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു സംശയവും പാടില്ല സഹോദര. ഏഴാകാശങ്ങളുടെ മുകളിൽ നിന്ന് സപ്തവാനങ്ങൾ താണ്ടിയിട്ട് ഇറാഖുരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന വിശുദ്ധമായ ഖുർആൻ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയാണ് ആ വിശുദ്ധമായ ഖുർആൻ. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകത്തുനി മുഴക്കിയ വിശുദ്ധ ഖുർആനാ. എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പ്രാകൃത നിയമമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അല്ലോ, പുരാതന കാലത്ത് പ്രാകൃതന്റെയും പുരോഗമന കാലത്തെ പരിശുദ്ധന്റെയും മനോഹരത്തില് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുപാടിയ പരിശുദ്ധമായ ഖുർആന ലോകത്ത് ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു. ഒരധ്യായം വേണ്ട, ഒരു സൂറ വേണ്ട, ഒരായത്ത് വേണ്ട, ഒരായത്തിന്റെ വരി വേണ്ട, ഒരു ഭാഗം വേണ്ട, ഒരക്ഷരം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യ പാട്ടുകൾ മുട്ടുമടക്കിയെങ്കിൽ ഇന്നത്തെ ജസ്ലമാർക്ക് കഴിയോ? ഇന്നത്തെ ജാമിമാർക്ക് കഴിയോ? ഇന്നത്തെ ഏതെങ്കിലുമൊക്കെ ജബ്ബാറുകൾക്ക് കഴിയോ? ഇല്ല. കഴിയാൻ പറ്റുമായിരുന്നെങ്കിൽ അന്നത്തെ അറബികൾ കൊണ്ടുവരണമായിരുന്നു. നിമിഷ കവികളായിരുന്നല്ലോ. നൈമിഷികമായ സമയം കൊണ്ട് ആ അത്ഭുതങ്ങളുടെ കലവറ തീർക്കുന്ന കവിതകൾ ഉണ്ടാക്കിയിരുന്ന, അത്ഭുതങ്ങളുടെ കലവറ സൃഷ്ടിച്ചിരുന്ന കവികൾ ഉണ്ടായിരുന്നല്ലോ. മുട്ടുമടക്കിയില്ലേ? അവര് മുട്ടുമടക്കിയിട്ടവർക്ക് കഴിയൂല എന്ന് വിളിച്ചു പറഞ്ഞല്ലോ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം നിന്റെ വസ്ത്രധാരണത്തിലാണെങ്കിലും നീ എന്ന് കഴിക്കണമെന്നതിലാണെങ്കിലും എന്റെ മുസ്ലിം സഹോദരാ, എന്റെ മുസ്ലിം പ്രിയപ്പെട്ട പെങ്ങള്, പന്നിയിറച്ചി ഹറാമാണെന്ന് ലഹമുൽ ഖിൻസീർ എന്നല്ല പറഞ്ഞാൽ, ലഹമുൽ ഖിൻസീർ എന്നല്ല പറയുമ്പോൾ അതിനെന്താ പ്രശ്നം? അത് കഴിച്ചാൽ ശാസ്ത്രം ഇങ്ങനെ പറയുന്നല്ലോ. ഇന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ടും സംഭവിക്കാന പറഞ്ഞുകൊണ്ട് നീ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം ചേഞ്ച് വരുത്തിയിട്ട് ഒരു പീസെങ്ങാനം നീ കഴിച്ചാൽ കള്ളുകുടിയുടെ വിഷയം വരുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് വീര്യം കുറഞ്ഞ കള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി കള്ളനിന്റെ ആശയത്തിലേക്ക് നീ പറഞ്ഞു വിട്ട അല്ല നിന്നെ പറ്റി പറഞ്ഞ വാക്കെന്താണ്? അള്ളാഹുവിനോടും റസൂലിനോടും എതിര് കാണിച്ചവനെന്ന് മാത്രമല്ല നീ പിഴച്ചു പോയിരിക്കുകയാണ്. ശക്തമായ വഴിപിടക്കൽ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ എന്തു പറഞ്ഞു? ഖുർആൻ എന്തു പറഞ്ഞു? അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണെന്ന് പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ അനുസരിക്കണം. അല്ലാതെ ഒരിക്കലും അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരാൾക്കും അല്ല കൊടുത്തിട്ടില്ല, ഒരു വിഷയത്തിലും കൊടുത്തിട്ടില്ല. ഇസ്ലാം എന്താ പറഞ്ഞത്? അത് ഇസ്ലാമിന്റെ വേറെ സൗന്ദര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ സൗന്ദര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം എന്തു പറഞ്ഞു അതിനപ്പുറം ഞാൻ നിൽക്കൂല എന്ന് വാശി പിടിക്കുന്ന ഒരാളോട് മതേതര സങ്കല്പം, ജനാധിപത്യ സങ്കല്പമുള്ള സെക്കുലറിസം എന്ന് പറഞ്ഞ് അങ്ങനെ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഇന്ത്യ രാജ്യത്തിനെ മോടി പിടിപ്പിക്കാൻ, അതിന്റെ മഴവൽ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്തെ നിയമങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? അയാളോട് ചോദിക്കണമേടോ, ഇസ്ലാമിന്റെ ഏത് നിയമമാണ് രാജ്യത്തിന്റെ മഹത്തായ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് ഏതെങ്കിലും ഒരു നിയമം എതിരാകുന്നുണ്ടോ? നീ പറ. വെല്ലുവിളിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാരുണ്ട്, ഇവിടെ കാര്യപ്പെട്ട ഉലമാക്കളുണ്ട്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളായ പണ്ഡിതന്മാരുണ്ട്. ആരിഫീങ്ങളായ പണ്ഡിതന്മാരുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നവരുമുണ്ട്, ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടവരുമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഉലമാക്കളോട് ചെന്നിട്ട് നിങ്ങൾ ചോദിക്കണം. എന്തൊരു വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും ഇവിടത്തെ പണ്ഡിത പ്രസ്ഥാനങ്ങളോട് ചോദിക്കണം. നിഷ്കളങ്കമായി അവര് മറുപടി പറയണം. ഈ ഉമ്മത്തിനെ കബളിപ്പിക്കരുത്, പറയണം. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച്, ഭൗതിക താല്പര്യങ്ങൾ മാറ്റിവെച്ച് വിശുദ്ധ ദീനിന്റെ കാതലായ മർമ്മം പറഞ്ഞു കൊടുക്കണം ഉമ്മത്തിന്.
അത് പറഞ്ഞു കൊടുക്കാതെ ഒളിച്ചു കളിയാണ് നമ്മളെങ്കിൽ ഈ സമുദായം നശിച്ചു പോകും. സംശയവും അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ കാര്യപ്പെട്ട ആലിമീങ്ങളുണ്ട്, അവരോട് ചോദിക്കണം ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ സഹോദരങ്ങളെ, ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. അള്ളാഹു അതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ഉമ്മമാരോട് പറയാൻ, നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ ഔറത്ത്, അത് പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് ആരും കരുതണ്ട. ഹിജാബിന്റെ വിഷയം, ഔറത്തിന്റെ വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മുടെ വിഷയമല്ല എന്ന് ആരും കരുതി പോണ്ട. എന്തുകൊണ്ട് പോണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ നിയമം എന്താണ്? നിങ്ങൾ യാ അയ്യുഹൻ നാസ് അല്ലദീന ആമനു ഖൂ അൻഫുസക്കും